ഹായ് ഗൈസ്, എന്നുണ്ട് വെൽക്കം ടു അലമാര. ഇന്ന് മൂന്നാമത്തെ അപ്ഡേറ്റ് ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ്റെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ സ്റ്റാറ്റസ് ആസ് ഓൺ 15/1/2025 എന്ന് മാത്രമാണ് കാണുന്നത്. പക്ഷേ ഇന്നൊരു അപ്ഡേഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ ആ അപ്ഡേഷൻ ഇവിടെ വന്നിട്ടില്ല. ഇത് ഒഫീഷ്യലി മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് ഇഗ്നോയുടെ ഭാഗത്തുനിന്ന് ഇന്ന് സൈറ്റിൽ വന്നിരിക്കുന്നത്. മാർക്ക് ചെക്ക് ചെയ്യുന്ന നിരവധി സ്റ്റുഡൻസിൻ്റെ ചെക്ക് ചെയ്ത് നോക്കി വളരെ ചെറിയൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ മാത്രമാണ് റിസൾട്ടുകൾ ഇന്ന് അപ്ഡേറ്റ് ആയിരിക്കുന്നത്. നമ്മൾ വഴി ഇത്തവണ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്ത മോർ ദാൻ 400 സ്റ്റുഡൻസിൽ ഏകദേശം ഞങ്ങളൊരു 25 to 30 സ്റ്റുഡൻസിൻ്റെ എക്സാമിനേഷൻ മാർക്ക് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ വളരെ കുറച്ച് ആളുകളുടെ മാത്രം റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഏത് സ്പെസിഫിക് ഡൊമൈനിൽ നിന്നുള്ള റിസൾട്ടുകളാണ് വന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. എന്നാലും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നതായിട്ട് ഇഗ്നോയുടെ ഒരു ഒഫീഷ്യൽ നമ്മളെ അറിയിക്കുകയുണ്ടായി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇഗ്നോയുടെ മെയിൻ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു അപ്ഡേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് സൈറ്റിൽ കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1-2 സ്റ്റുഡൻസിൻ്റെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒക്കെ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന സ്റ്റുഡൻസിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ നമ്മൾ കണ്ടത് BA SOH, പിന്നെ BA EGH തുടങ്ങിയ പ്രോഗ്രാമുകളുടെ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ MBAയുടെയും വന്നിട്ടുണ്ടായിരുന്നു, MA സോഷ്യോളജിയുടെയും പേപ്പറുകളുണ്ടായിരുന്നു, MA എക്കണോമിക്സിൻ്റെയും പേപ്പറുകൾ കണ്ടിരുന്നു. ഇതായിരുന്നു കൂടുതലായിട്ടും വന്നിരുന്നത്. പിന്നെ കുറച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ റിസൾട്ടുകളും പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും കുറച്ചധികം റിസൾട്ടുകൾ ഫാസ്റ്റായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിസൾട്ടിൽ എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടോ എങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പരാതികളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് അടുത്ത ഒരു ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്യേണ്ട സമയമുണ്ട്. കാരണം ഒരു വിത്തിൻ ടൈം ഫ്രെയിമിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ടുകൾ ചെക്ക് ചെയ്യുക. ഗ്രേഡ് കാർഡിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ലിങ്ക് നമ്മൾ എന്തായാലും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ഗ്രേഡ് കാർഡിലും നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സപ്പോസ് ഈ ഒരു സ്റ്റുഡൻറ്റ് റിസൾട്ട് വന്നിരിക്കുന്ന ഈ വിദ്യാർത്ഥിയുടെ റിസൾട്ട് സൈറ്റിൽ ആദ്യത്തെ അപ്ഡേഷൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്തതാണ് January 10th. അപ്പം അതിൽ BGG 171 ആണ്. ഇത് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. CBCS പ്രോഗ്രാമാണ്, BA സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. എൻറോൾമെൻറ്റ് നമ്പർ നോക്കുമ്പോൾ BGG 171 ഇതിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ സൈറ്റിൽ അപ്ഡേഷൻ വന്നു, പക്ഷേ ആ മാർക്ക് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇതിനും കുറച്ച് സമയം കൂടി എടുക്കും അപ്ഡേഷൻ ആകാനായിട്ട്. നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ആദ്യം പബ്ലിഷ് ആവും. അവിടുന്ന് നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ദിവസം കൂടി എടുക്കും. ഇപ്പോൾ ഗ്രേഡ് കാർഡിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ റിസൾട്ട് അപ്ഡേറ്റ് ആയ 10/1/2025 തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് നിൽക്കുന്നത്. അതിന് മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പെർട്ടിക്കുലറായിട്ടുള്ള മാർക്ക് ഇവിടെ അപ്ഡേറ്റ് ആയി കാണാത്തത്, BGG 171. അപ്പോൾ അത് നമുക്ക് അപ്ഡേറ്റ് ആകാനായിട്ട് കുറച്ച് ദിവസം കൂടെ എടുക്കുമായിരിക്കും. ആ ദിവസങ്ങളിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ടും ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ കാര്യത്തെക്കുറിച്ചിട്ട് ആളുകൾ പലരും ചോദിക്കുന്നുണ്ട്. ആ അപ്ഡേഷൻ നമ്മളവിടെ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ അപ്ഡേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നതുമാണ്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്നും ഈ പറഞ്ഞ അപ്ഡേറ്റുകളൊക്കെ തന്നെ എടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ മറ്റ് അപ്ഡേറ്റുകൾ പുറകെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഈ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.